എസ് ടി ജെ നോട്ട്സിൻ്റെ ക്യൂസ് കോൺടെസ്റ്റ് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഒരു പേനയും പേപ്പറും കയ്യിലെടുത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കായി വെയിറ്റ് ചെയ്യുക. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതുക. അവസാനം ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉള്ള ഒന്നാമത്തെ ചോദ്യം ഇതാ. അഞ്ചാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ യൂറോപ്യൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ യൂറോപ്യൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് പുരാതന കാലം, മധ്യകാലം, ആധുനിക കാലം, കലികാലം. ആൻഷ്യൻ്റ് ഏജ്, മിഡിൽ ഏജ്, മോഡേൺ ഏജ്, കലി ഏജ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഫ്യൂഡൽ സമൂഹം എന്ന പുസ്തകം രചിച്ചത്? ഫ്യൂഡൽ സൊസൈറ്റി. മാർക്ക് ബ്ലോക്ക്, ഷാർലമൈൻ, ഡോൺ മറീന, ബെനഡിക്റ്റ്. ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത് ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ്. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? മുതലാളിത്തം, കർഷകർ, ജന്മിത്വം, ഒരു തുണ്ട് ഭൂമി. The word feudalism is derived from the German word feud. What do you mean by the word feud? Odd man out. ഒറ്റയാനെ പുറത്താക്കുക. മധ്യകാല യൂറോപ്യൻ സാമൂഹിക ക്രമത്തിൽ ഉൾപ്പെടാത്തത് ആരാണ്? പുരോഹിതർ, കർഷകർ, രാജാവ്, പ്രഭുവർഗം. ക്വസ്റ്റ്യൻ നമ്പർ 5. സഭ കർഷകരിൽ നിന്ന് പിരിച്ചെടുത്ത നികുതി. The church collected a tax from peasantry. Kubker, Tiley, Tidei, Septi. പ്രഭുവിൻ്റെ വീടിൻ്റെ പേര്. ഓപ്ഷൻസ്: കൊട്ടാരം, ബംഗ്ലാവ്, മാനർ, കോട്ട. ഇത്രയും എഴുതിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7. കാൻറ്റംബറി കഥകൾ, കാൻറ്റംബറി ടെയിൽസ് ആരുടെ കൃതിയാണ്? ചോസർ, ഷേക്സ്പിയർ, കീറ്റ്സ്, ഡിക്കൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 8. നൈറ്റുകൾ എന്ന കുതിരപ്പടയാളികൾക്ക് ഫീഫ് എന്ന ഭൂമി നൽകിയതാരാണ്? നൈറ്റുകൾക്ക് ഫീഫ് എന്ന ഭൂമി നൽകിയതാരാണ്? പുരോഹിതർ, കർഷകർ, രാജാവ്, പ്രഭുവർഗം. ക്വസ്റ്റ്യൻ നമ്പർ 9. കർഷകരിൽ നിന്ന് രാജാവ് പിടിച്ചെടുത്ത ഒരു പ്രത്യക്ഷ നികുതി. ഡയറക്റ്റ് ടാക്സ് കളക്ടഡ് ഫ്രം ദ പെസൻസ് ബൈ കിങ്. ക്യൂബക്കർ, ടൈലി, തിദൈ, സെപ്റ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ പ്രതിസന്ധിയുടെ മുഖ്യ കാരണം എന്താണ്? മെയിൻ റീസൺ ബിഹൈൻഡ് ദ 14th century crisis in Europe. വസൂരി, കോവിഡ്, പ്ലേഗ്, മലമ്പനി. ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 11. ഫ്യൂഡലിസം ഉദയം കൊണ്ടത് എവിടെ? ഫ്യൂഡലിസം is evolved from Italy, France,
ജർമ്മനി, റഷ്യ. ക്വസ്റ്റ്യൻ നമ്പർ 12. നവോത്ഥാനം അഥവാ റിനൈസൻസ് ആരംഭിച്ച രാജ്യം. നവോത്ഥാനം അഥവാ റിനൈസൻസ് ആരംഭിച്ച രാജ്യം. ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 13. വ്യാവസായിക വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിച്ച രാജ്യം. വ്യാവസായിക വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിച്ച രാജ്യം. ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ. ക്വസ്റ്റ്യൻ നമ്പർ 13. The civilization of the Renaissance in Italy. The Civilization of the Renaissance in Italy എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ജേക്കബ് ബർഖാർഡ്, പെട്രാർക്ക്, മാക്സിമില്യൻ, റാങ്കെ. ക്വസ്റ്റ്യൻ നമ്പർ 15. മാനവികതയുടെ അഥവാ ഹ്യൂമനിസത്തിൻ്റെ പിതാവ്. ഹു ഈസ് ദ ഫാദർ ഓഫ് ഹ്യൂമനിസം? സിസറോ, പെട്രാർക്ക്, റാങ്കെ, ഡൊനാറ്റലോ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഹു ഈസ് ദ ഫാദർ ഓഫ് റിയലിസം? റിയലിസത്തിൻ്റെ പിതാവ് ആരാണ്? സിസറോ, പെട്രാർക്ക്, റാങ്കെ, ഡൊനാറ്റലോ. ക്വസ്റ്റ്യൻ നമ്പർ 17. മൊണാലിസ എന്ന ചിത്രം വരച്ചത് ഡാവിഞ്ചിയാണ്. പിയേത്ത എന്ന ശില്പത്തിൻ്റെ ശില്പി ആരാണ്? ഡാവിഞ്ചി, പെട്രാർക്ക്, മൈക്കൽ ആഞ്ചലോ, ഡൊനാറ്റലോ. പിയേത്ത എന്ന ശില്പത്തിൻ്റെ ശില്പി. ആദ്യത്തെ അച്ചടി യന്ത്രം നിർമ്മിച്ചത് ആരാണ്? ഹു ഇൻവെന്റഡ് ദ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ്? ലോറൻസോ വാല, ജോഹന്നാസ് ഗുട്ടൻബർഗ്, ഹെർമൻ ഗുണ്ടർട്ട്, ഇസബെല്ല. ക്വസ്റ്റ്യൻ നമ്പർ 19. ഹു സ്റ്റാർട്ടഡ് ദ റിഫോർമേഷൻ മൂവ്മെൻറ്റ്? മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഉൾറിച്ച് സ്വിംഗ്ലി, മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ, ലോറൻസോ വാല. ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 20. ഈശോ സംഘം, സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? ഹു ഫോംഡ് ദ ഓർഗനൈസേഷൻ നെയിംഡ് സൊസൈറ്റി ഓഫ് ജീസസ്? ലോറൻസോ വാല, മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ, ഇഗ്നേഷ്യസ് ലയോള. ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 21. സൗരയൂഥ സിദ്ധാന്തം അഥവാ ഹീലിയോസെൻട്രിക് തിയറി ആവിഷ്കരിച്ചത് ആരാണ്? ഗലീലിയോ, ഇഗ്നേഷ്യസ് ലയോള, ജോൺ കാൽവിൻ, കോപ്പർനിക്കസ്. സൗരയൂഥ സിദ്ധാന്തം അഥവാ ഹീലിയോസെൻട്രിക് തിയറി ആവിഷ്കരിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ നമ്പർ 22. ആസ്ടെക് മായ സംസ്കാരം നിലനിൽക്കുന്ന രാജ്യം മെക്സിക്കോ. ഇൻക സംസ്കാരം നിലനിന്നത് എവിടെയായിരുന്നു? ആസ്ടെക് മായ കൾച്ചർ വാസ് സിറ്റുവേറ്റഡ് ഇൻ മെക്സിക്കോ. ഇൻക culture was situated in India, Peru,
ഇന്തോനേഷ്യ, ഈജിപ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23. ആരുടെ സംഭാവനയാണ് കിപ്പു എന്ന ഗണിത യൂണിറ്റ്? കിപ്പു എ മാത്തമാറ്റിക്കൽ യൂണിറ്റ്. ഇത് ആരുടെ സംഭാവനയാണ്? ആസ്റ്റിക് സംസ്കാരം, മായൻ സംസ്കാരം, ടോൾടെക് സംസ്കാരം, ഇൻക സംസ്കാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24. മെയ്ജി പുനഃസ്ഥാപനം നടന്ന രാജ്യം ഏതായിരുന്നു? മെയ്ജി റിസ്റ്റോറേഷൻ നടന്ന രാജ്യം ഏതായിരുന്നു? ചൈന, അഫ്ഗാനിസ്ഥാൻ, ജപ്പാൻ, ഇന്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഭൂമിശാസ്ത്രം അഥവാ ജിയോഗ്രഫി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഭൂമിശാസ്ത്രം അഥവാ ജിയോഗ്രഫി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ടോളമി, അരിസ്റ്റോട്ടിൽ, ടൈബീരിയസ്, പ്ലിനി. ക്വസ്റ്റ്യൻ നമ്പർ 26. ആധുനിക ചൈനയുടെ സ്ഥാപകൻ ആരാണ്? ഹു ഈസ് ദ ഫൗണ്ടർ ഓർ ദ ഫാദർ ഓഫ് മോഡേൺ ചൈന? ചിയാങ് കൈഷക്, സൻ യാട്സൺ, മാവോ സെതുങ്, കൺഫ്യൂഷ്യസ്. ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 27. ചൈന റിപ്പബ്ലിക്കായ വർഷം? എസ്റ്റാബ്ലിഷിംഗ് ദ റിപ്പബ്ലിക് ഇൻ ചൈന 1901, 1921, 1931, 1911. Question number 28. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം? In which year the Chinese Communist Party was formed? 1921, 900, 1941, 1901. Question number 29. ഓഡ് മാൻ ഔട്ട്, ഒറ്റയാനെ പുറത്താക്കുക, സന്യാട്സൻ്റെ 3 തത്വങ്ങളിൽ പെടാത്തത്? 3 പ്രിൻസിപ്പിൾസ് ഓഫ് സന്യാട്സൻ. ഓഡ് മാൻ ഔട്ടാണ് ജനാധിപത്യം, സോഷ്യലിസം, നാഷണലിസം, ലിബർട്ടി. സന്യാട്സൻ്റെ 3 തത്വങ്ങളിൽ പെടാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 13. ലോങ് മാർച്ച് നടന്നത്? ഏതു വർഷമാണ് ലോങ് മാർച്ച് നടന്നത്? 1935, 1934, 1936, 1937. ക്വസ്റ്റ്യൻ നമ്പർ 31. സന്യാട്സൻ, ചിയാങ് കൈഷക് തുടങ്ങിയവരുടെ രാഷ്ട്രീയ പാർട്ടി ഏത്? സന്യാട്സൻ, ചിയാങ് കൈഷക് തുടങ്ങിയവരുടെ രാഷ്ട്രീയ പാർട്ടി ഏത്? കുമിന്താങ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, ചൈനീസ് കോൺഗ്രസ്. ക്വസ്റ്റ്യൻ നമ്പർ 32. ചൈനയിൽ നിന്നും നാടുവിട്ട ചിയാങ് കൈഷക് ഏത് രാജ്യത്താണ് അഭയം തേടിയത്?
ചൈനയിൽ നിന്നും നാടുവിട്ട ചിയാങ് കൈഷക്ക് ഏത് രാജ്യത്താണ് അഭയം തേടിയത്? ഇന്ത്യ, ജപ്പാൻ, തായ്ലാൻഡ്, തായ്വാൻ. ക്വസ്റ്റ്യൻ നമ്പർ 33. ആസ്റ്റക്കിലെ പ്രഭുക്കന്മാരുടെ മക്കളുടെ സ്കൂൾ കൽമെക്കക് ആണെങ്കിൽ ആസ്റ്റക്കിലെ മറ്റു വിഭാഗക്കാരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂൾ ഏതായിരുന്നു? ആസ്റ്റക്കിലെ പ്രഭുക്കന്മാരുടെ മക്കളുടെ സ്കൂൾ കൽമെക്കക് ആണെങ്കിൽ ആസ്റ്റക്കിലെ മറ്റു വിഭാഗക്കാരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂൾ ഏതായിരുന്നു? കുസ്കോ, കെച്ചുവ, ടെപ്പോക്കല്ലി, തുബിനമ്പ. ക്വസ്റ്റ്യൻ നമ്പർ 34. വടക്കേ അമേരിക്കയിൽ സ്വർണത്തിൻ്റെ അംശം കണ്ടെത്തിയത്? ഗോൾഡ് റഷ് ഇൻ നോർത്ത് അമേരിക്ക. 1800, 1840, 1965, 1999. ക്വസ്റ്റ്യൻ നമ്പർ 35. ആരാണ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടെത്തിയത്? ഹു ഇൻവെൻറ്റഡ് ദ മെഷീൻ ഫ്ലൈയിങ് ഷട്ടിൽ? തോമസ് ന്യൂകോമൺ, ജെയിംസ് വാട്ട്, തോമസ് സാവറി, ജോൺ കെ. ക്വസ്റ്റ്യൻ നമ്പർ 36. ഹു ഇൻവെൻറ്റഡ് ദ സ്പിന്നിങ് ജെന്നി? സ്പിന്നിങ് ജെന്നിയുടെ ഉപജ്ഞാതാവ് ആരാണ്? റിച്ചാർഡ് ആർക്രൈറ്റ്, ഹെഡ്മണ്ട് കാർട്ട്റൈറ്റ്, ജെയിംസ് വാട്ട്, ജെയിംസ് അർഗ്രീവ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 37. പവർ ലൂം ഹെഡ്മണ്ട് കാർട്ട്റൈറ്റ് കണ്ടുപിടിച്ചു. ഹു ഇൻവെൻറ്റഡ് ദ മെഷീൻ വാട്ടർ ഫ്രെയിം? വാട്ടർ ഫ്രെയിം കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് വാട്ട്, തോമസ് ന്യൂകോമൺ, ഹെൻറി കോട്ട്, റിച്ചാർഡ് ആർക്രൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 38. ബ്ലാസ്റ്റ് ഫർണസിൽ വികസിപ്പിച്ചതാരാണ്? ഹു ഡെവലപ്ഡ് ദ ബ്ലാസ്റ്റ് ഫർണസ്? എബ്രഹാം ഡാർബി ഒന്നാമൻ, എബ്രഹാം ഡാർബി രണ്ടാമൻ, എബ്രഹാം ഡാർബി മൂന്നാമൻ, എബ്രഹാം ഡാർബി നാലാമൻ. ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 39. വ്യാവസായിക വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന പദം ആദ്യമായി ഇംഗ്ലീഷിൽ ഉപയോഗിച്ചത്? വ്യാവസായിക വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന പദം ആദ്യമായി ഇംഗ്ലീഷിൽ ഉപയോഗിച്ചത്? ഫെഡറിക് എംഗൽസ്, അർണോൾഡ് ടോയിൻബി, ജോർജ് മിഷേൽ, മാർക്ക് ബ്ലോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 40. ഹു ഡിസ്കവേർഡ് ബ്രസീൽ? ബ്രസീൽ കണ്ടുപിടിച്ചത് ആരാണ്? ഹെർനൻ കോർട്ടസ്, ഫ്രാൻസിസ്കോ പിസാറോ, കബ്രാൾ, വാസ്കോ ഡ ഗാമ. ക്വസ്റ്റ്യൻ നമ്പർ 41. ആരാണ് മ്യൂൾ
കണ്ടെത്തിയത്? Who invented the mule? സാമുവൽ ക്രോംപ്റ്റൺ, റിച്ചാർഡ് ആർക്രൈറ്റ്, തോമസ് ന്യൂകോമൻ, ജോൺ കെ. Question number 42. Why weren't we told? എന്ന പുസ്തകം രചിച്ചത് ആരാണ്? Who wrote the work Why weren't we told? W.E.H. Stanner, Henry Reynolds, Joseph Needham, Arnold Toynbee. Question number 44. ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം ഓൺ ദ റെവല്യൂഷൻസ് ഓഫ് ഹെവൻലി സ്പിയേഴ്സ് എന്ന ഗ്രന്ഥം ആരുടേതാണ്? കോപ്പർനിക്കസ്, അർണോൾഡ് ടോയിൻബി, ജോർജ് മിഷേൽ, മാർക്ക് ബ്ലോക്ക്. Question number 45. ഹെർനൻ കോർട്ടസ് ആസ്ടെക് സംസ്കാരത്തിലേക്ക് വന്ന യൂറോപ്യൻ ആണ്. ഫ്രാൻസിസ്കോ പിസാറോ എത്തപ്പെട്ട സംസ്കാരം ഏതായിരുന്നു? ഹെർനൻ കോർട്ടസ് ആസ്ടെക് സംസ്കാരത്തിലെത്തുകയും ആസ്ടെക് സംസ്കാരം തകർക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഫ്രാൻസിസ്കോ പിസാറോ എത്തപ്പെട്ട സംസ്കാരം ഏതായിരുന്നു? ആസ്ടെക് സംസ്കാരം, മായൻ സംസ്കാരം, ടോൾടെക് സംസ്കാരം, ഇൻക സംസ്കാരം. Question number 46. ആസ്ടെക് സംസ്കാരത്തിൻ്റെ ക്യാപിറ്റൽ തെനോക്ടിലാൻ. ഇൻക സംസ്കാരത്തിൻ്റെ ക്യാപിറ്റൽ. ആസ്ടെക് സംസ്കാരത്തിൻ്റെ ക്യാപിറ്റൽ ടെനോക്ടിലാൻ, ഇൻക സംസ്കാരത്തിൻ്റെ ക്യാപിറ്റൽ കുസ്കോ, കെച്ചുവ, ടെപ്പോക്കല്ലി, തുപിനമ്പ. Question number 47. ആസ്ടെക് സംസ്കാരത്തിലെ ചിനമ്പകളെന്നാൽ ആസ്ടെക് സംസ്കാരത്തിലെ ചിനമ്പകളെന്നാൽ കൊട്ടാരം, നഗരം, കൃത്രിമ ദ്വീപ്, സ്കൂൾ. Question number 48. മഹത്തായ ഓസ്ട്രേലിയൻ നിശബ്ദത, ദ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ സൈലൻസ് എന്ന ശീർഷകത്തിൽ പ്രഭാഷണം നടത്തിയ വ്യക്തി. മഹത്തായ ഓസ്ട്രേലിയൻ നിശബ്ദത, ദ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ സൈലൻസ് എന്ന ശീർഷകത്തിൽ പ്രഭാഷണം നടത്തിയ വ്യക്തി. W.E.H. സ്റ്റാനർ, ഹെൻറി റെയ്നോൾഡ്സ്, ജോസഫ് നീത്തം, അർണോൾഡ് ടോയിൻബി. Question number 49. ഹ്യൂമാനിറ്റീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഹ്യൂമാനിറ്റീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലോറൻസോ വാല, പെട്രാർക്ക്, സിസറോ, ആർക്കിമിഡീസ്. Question number 50. മനുഷ്യ ശരീരം ആദ്യമായി കീറിമുറിച്ച് പരിശോധിച്ചത്. മനുഷ്യ ശരീരം ആദ്യമായി കീറിമുറിച്ച് പരിശോധിച്ചത് who descended the human body? ഡൊനാറ്റലോ, ഫിലിപ്പോ ബ്രൂണലേഷി, മൈക്കൽ ആഞ്ചലോ, ആൻഡ്രിയസ് വെസാലിയസ്. ഉത്തരങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 1. 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ യൂറോപ്യൻ ചരിത്രത്തിൽ വിളിക്കുന്നത് ബി. മധ്യകാലം, മിഡിൽ ഏജ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഫ്യൂഡൽ സമൂഹം അഥവാ ഫ്യൂഡൽ സൊസൈറ്റി എന്ന പുസ്തകം രചിച്ചത് മാർക്ക് ബ്ലോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത് ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ്. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഓപ്ഷൻ ഡി, ഒരു തുണ്ടുഭൂമി ഓർ എ പീസ് ഓഫ് ലാൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 4. മധ്യകാല യൂറോപ്യൻ സമൂഹക്രമത്തിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ സി, രാജാവ്, ദ കിങ്. ബാക്കി 3 പുരോഹിതർ, പ്രഭുവർഗം, കർഷകർ. ഇവരാണ് ഈ 3 ക്രമത്തിൽ ഉൾപ്പെട്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 5. സഭ കർഷകരിൽ നിന്നും പിരിച്ചെടുത്ത നികുതി. തിതൈ. ഓപ്ഷൻ നമ്പർ സി. ക്വസ്റ്റ്യൻ നമ്പർ 6. പ്രഭുവിൻ്റെ വീടിൻ്റെ പേര്. ആൻസർ സി, മാനർ. ക്വസ്റ്റ്യൻ നമ്പർ 7. കാൻറ്റംബറി കഥകൾ അഥവാ കാൻറ്റംബറി ടെയിൽസ് ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ, ചോസർ. ക്വസ്റ്റ്യൻ നമ്പർ 8. നൈറ്റുകൾ എന്ന കുതിരപ്പടയാളികൾക്ക് ഫീഫ് എന്ന ഭൂമി നൽകിയതാരാണ്? ആൻസർ ഓപ്ഷൻ ഡി, പ്രഭുവർഗം. ക്വസ്റ്റ്യൻ നമ്പർ 9. കർഷകരിൽ നിന്നും രാജാവ് പിരിച്ചെടുത്ത ഒരു പ്രത്യക്ഷ നികുതി. ഓപ്ഷൻ ബി, ടൈലി. ക്വസ്റ്റ്യൻ നമ്പർ 10. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ പ്രതിസന്ധിയുടെ മുഖ്യ കാരണം. മെയിൻ റീസൺ ബിഹൈൻഡ് ദ 14th century ക്രൈസിസ് ഇൻ യൂറോപ്പ്. ഓപ്ഷൻ സി, പ്ലേഗ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഫ്യൂഡലിസം ഇവോൾവ്ഡ് ഇൻ ഫ്രാൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 12. നവോത്ഥാനം അഥവാ റിനൈസൻസ് ആരംഭിച്ച രാജ്യം. ഓപ്ഷൻ എ, ഇറ്റലി. ക്വസ്റ്റ്യൻ നമ്പർ 13. വ്യാവസായിക വിപ്ലവം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിച്ച രാജ്യം. ഓപ്ഷൻ ഡി, ബ്രിട്ടൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. ദ സിവിലൈസേഷൻ ഓഫ് ദി റിനൈസൻസ് ഇൻ ഇറ്റലി എന്ന പുസ്തകം രചിച്ചത് ജേക്കബ് ബർഖാർഡ്. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഫാദർ ഓഫ് ഹ്യൂമനിസം മാനവികതയുടെ പിതാവ്. ഓപ്ഷൻ ബി, പെട്രാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഫാദർ ഓഫ് റിയലിസം റിയലിസത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ ഡി, ഡൊനാറ്റലോ. ക്വസ്റ്റ്യൻ നമ്പർ 17. പിയേത്ത എന്ന ശില്പത്തിൻ്റെ ശില്പി മൈക്കലാഞ്ചലോ. ക്വസ്റ്റ്യൻ നമ്പർ 18. ആദ്യത്തെ അച്ചടി യന്ത്രം അഥവാ പ്രിൻറ്റിംഗ് പ്രസ് നിർമ്മിച്ചത്. ഓപ്ഷൻ ബി, ജോഹന്നാസ് ഗുട്ടൻബർഗ്. ക്വസ്റ്റ്യൻ നമ്പർ 19. മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത്, റിഫോർമേഷൻ മൂവ്മെൻറ്റ് ആരംഭിച്ചത്. ഓപ്ഷൻ ബി, മാർട്ടിൻ ലൂതർ. ക്വസ്റ്റ്യൻ നമ്പർ 20. ഈശോ സംഘം അഥവാ സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സംഘടന സ്ഥാപിച്ചത് ഇഗ്നേഷ്യസ് ലയോള. ക്വസ്റ്റ്യൻ നമ്പർ 21. സൗരയൂഥ സിദ്ധാന്തം അഥവാ ഹീലിയോസെൻട്രിക് തിയറി ആവിഷ്കരിച്ചത്. ഓപ്ഷൻ ഡി, കോപ്പർനിക്കസ്. ഇൻക സംസ്കാരം നിലനിന്നത് പെറു. ഓപ്ഷൻ ബി, പെറു. 23. കിപ്പു എന്ന മാത്തമാറ്റിക്കൽ യൂണിറ്റ്. ഓപ്ഷൻ ഡി, ഇൻക സംസ്കാരത്തിൻ്റെ സവിശേഷതയാണ്, സംഭാവനയാണ്. ക്വസ്റ്റ്യൻ 24. മെയ്ജി പുനഃസ്ഥാപനം നടന്നത് ജപ്പാനിൽ. ക്വസ്റ്റ്യൻ 25. ഭൂമിശാസ്ത്രം അഥവാ ജിയോഗ്രഫി എന്ന ഗ്രന്ഥം എഴുതിയത്. ഓപ്ഷൻ എ, ടോളമി. ക്വസ്റ്റ്യൻ നമ്പർ 26. ഫാദർ ആൻഡ് ഫൗണ്ടർ ഓഫ് മോഡേൺ ചൈന. ഓപ്ഷൻ ബി, ചിയാങ് കൈഷക്. ഓപ്ഷൻ ബി, സന്യാർസൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. ചൈന റിപ്പബ്ലിക് ആയ വർഷം. ഓപ്ഷൻ ഡി, 1911. ക്വസ്റ്റ്യൻ നമ്പർ 28. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം. 1921. ക്വസ്റ്റ്യൻ നമ്പർ 29. സന്യാർസൻ്റെ 3 തത്വങ്ങളിൽ പെടാത്തത്.
ഓപ്ഷൻ ഡി സ്വാതന്ത്ര്യം. ഡെമോക്രസി, സോഷ്യലിസം, നാഷണലിസം ഇത് മൂന്നും 3 പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. ലോങ് മാർച്ച് നടന്നത് 1934. ക്വസ്റ്റ്യൻ 31. സൺ യാറ്റ് സെൻ, ചിയാങ് കൈഷക് തുടങ്ങിയവരുടെ രാഷ്ട്രീയ പാർട്ടി കുമിന്താങ് പാർട്ടി. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 32. ചൈനയിൽ നിന്ന് നാടുവിട്ട ചിയാങ് കൈഷക് ഏത് രാജ്യത്താണ് അഭയം തേടിയത്? ഓപ്ഷൻ ഡി തായ്വാൻ. ക്വസ്റ്റ്യൻ നമ്പർ 33. ആസ്റ്റക്കിലെ പ്രഭുക്കന്മാരുടെ മക്കളുടെ സ്കൂൾ കൽമക്കാണെങ്കിൽ ആസ്റ്റക്കിലെ മറ്റു വിഭാഗക്കാരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂൾ ഏതായിരുന്നു? ഓപ്ഷൻ സി ടെപ്പോക്കല്ലി. ക്വസ്റ്റ്യൻ നമ്പർ 34. വടക്കേ അമേരിക്കയിൽ സ്വർണത്തിൻ്റെ അംശങ്ങൾ കണ്ടെത്തിയത് 1840 1814. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 35. ആരാണ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടെത്തിയത്? ഓപ്ഷൻ ഡി ജോൺ കെ. ക്വസ്റ്റ്യൻ നമ്പർ 36. സ്പിന്നിംഗ് ജെന്നിയുടെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ ഡി ജെയിംസ് ആർഗ്രീവ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 37. പവർ ലൂം എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണെങ്കിൽ വാട്ടർ ഫ്രെയിം കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ ഡി റിച്ചാർഡ് ആർക്രൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 38. ബ്ലാസ്റ്റ് ഫർണസ് വികസിപ്പിച്ചെടുത്തത് എബ്രഹാം ഡാർബി ഫസ്റ്റ്. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 39. വ്യാവസായിക വിപ്ലവം എന്ന പദം ആദ്യമായി ഇംഗ്ലീഷിൽ ഉപയോഗിച്ചത് അർണോൾഡ് ടോയിൻബി. ഓപ്ഷൻ ബി അർണോൾഡ് ടോയിൻബി. ക്വസ്റ്റ്യൻ നമ്പർ 40. ബ്രസീൽ കണ്ടുപിടിച്ചത്? ഓപ്ഷൻ സി കബ്രാൾ. ക്വസ്റ്റ്യൻ 41. ആരാണ് മ്യൂൾ കണ്ടെത്തിയത്? ഓപ്ഷൻ എ സാമുവൽ ക്രോംപ്റ്റൺ. ക്വസ്റ്റ്യൻ നമ്പർ 42. വൈ വെയറിൻറ്റ് വി ടോൾഡ് എന്ന പുസ്തകം രചിച്ചത്? ഹെൻറി റൈനോൾഡ്സ്. വൈ വെയറിൻറ്റ് ടോൾഡ് എന്ന പുസ്തകം രചിച്ചത് ഹെൻറി റൈനോൾഡ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 43. ഓൺ പ്ലഷർ ലോറൻസോ വാല. ഓൺ അനാട്ടമി എന്ന പുസ്തകം രചിച്ചത് ആൻഡ്രിയസ് വിസാലിയസ്. ക്വസ്റ്റ്യൻ നമ്പർ 44. ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം ഓൺ ദ റെവല്യൂഷൻസ് ഓഫ് ഹെവൻലി സ്പിയേഴ്സ് എന്ന ഗ്രന്ഥം രചിച്ചത് കോപ്പർനിക്കസ്. ഓപ്ഷൻ എ കോപ്പർനിക്കസ്. ക്വസ്റ്റ്യൻ നമ്പർ 45. ഹെർനൻ കോർട്ടസ്. ആസ്റ്റക് സംസ്കാരത്തിൽ എത്തിയ വിദേശിയാണെങ്കിൽ ഫ്രാൻസിസ്കോ പിസാറോ എത്തപ്പെട്ട സംസ്കാരം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ഇൻക സംസ്കാരം. ആസ്റ്റക് സംസ്കാരത്തിൻ്റെ തലസ്ഥാനം ടെനോക്ടിലാൻ. ഇൻക സംസ്കാരത്തിൻ്റെ തലസ്ഥാനം ഓപ്ഷൻ എ കുസ്കോ. ആസ്റ്റക് സംസ്കാരത്തിലെ ചിരമ്പകൾ എന്നാൽ ഓപ്ഷൻ സി കൃത്രിമ ദ്വീപ്. ക്വസ്റ്റ്യൻ നമ്പർ 48. മഹത്തായ ഓസ്ട്രേലിയൻ നിശബ്ദത എന്ന ശീർഷകത്തിൽ പ്രഭാഷണം നടത്തിയ വ്യക്തി? ദ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ സൈലൻസ്. ഓപ്ഷൻ എ WEH സ്റ്റാനർ. ക്വസ്റ്റ്യൻ നമ്പർ 49. ഹ്യൂമാനിറ്റീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? ഓപ്ഷൻ സി സിസറോ. ക്വസ്റ്റ്യൻ നമ്പർ 50. ആദ്യമായി മനുഷ്യശരീരം കീറിമുറിച്ച പരിശോധിച്ചത്? ഓപ്ഷൻ ഡി ആൻഡ്രിയസ് വെസാലിയസ്. ഇതോടുകൂടി നമ്മുടെ ചോദ്യോത്തരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ല